സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഫിലോ ബിബ്ലിക്ക എന്ന് പറയുന്ന ക്രൈസ്തവ പൈതൃക പ്രദർശനം കായംകുളം ഗാന്ധിശാ കത്തീഡ്രൽ ഇടവകയിലെ യുവജന പ്രസ്ഥാനം ആദ്യ പെരുന്നാളിനോട് ചേർന്ന് നടന്ന ഒരു എക്സിബിഷനാണ്. വളരെ സന്തോഷമുണ്ട് അച്ഛൻ ഈ പദ്ധതിയുമായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള യാത്രകളിൽ കാണുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ അച്ഛൻ്റെ യാത്രയിൽ കിട്ടിയിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചേർത്താണ് ഫിലോ ബിബ്ലിക്ക എന്ന് വിചാരിച്ചത്. ഓക്കെ, ആദ്യമായിട്ടൊരു ക്രിസ്തീയ യാത്ര നടത്തുന്നത് 2009 ഇസ്രായേലാണ്. ഇസ്രായേൽ തൊട്ട് ഇപ്പോൾ 22 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇതിൽ മെയിൻലി ക്രിസ്ത്യൻ കൺട്രീസാണ് കൂടുതലും പോയിട്ടുള്ളത്. ഏറ്റവും അവസാനം പോയത് 2019 റോമിൽ പോയി. 2021 തുർക്കിയിൽ നമ്മുടെ ഒരുപാട് ദിവസത്തിലെ 7 സഭകൾ, അന്ത്യോക്യ, കപ്പഡോക്യ, ഈ സ്ഥലങ്ങളിലെല്ലാം പോയി. അവിടെ നമുക്ക് കിട്ടിയ ശേഖരങ്ങളാണ്. പിന്നീട് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അയർലൻഡിലാണ്. അയർലൻഡിൽ ഇത് എല്ലാം നമുക്ക് സുലഭമായിട്ട് ലഭിക്കാൻ അവസരമുണ്ട്. അങ്ങനെ ഇത്രയും എൻ്റെ 75 ബൈബിളിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അതാണ് 120 ലാംഗ്വേജോളം, 110 ലാംഗ്വേജോളം ഉണ്ട്. അതിൽ 50ഓളം ഇംഗ്ലീഷ് വേർഷൻസ് ഉണ്ട്. NIV, RSV എന്നൊക്കെ പറയുന്ന 50ഓളം വേർഷൻസ് ഉണ്ട്. 10 മലയാളം വിവർത്തനങ്ങളുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിയാണ് യാത്രയിൽ നമുക്കതൊക്കെ ഒന്ന് കാണുകയും ചെയ്യും. എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, അതുപോലെ സുറിയാനി ഭാഷ, ലാറ്റിൻ ഭാഷ. അച്ഛൻ്റെ യാത്രയിൽ കിട്ടിയ വേദപുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് അല്ലേ? അതെ, നമ്മൾ ഒരു സ്റ്റാമ്പ് ഇറങ്ങുമ്പോൾ ആ സ്റ്റാമ്പിന്റെ കൂടെ ഒരു ഫസ്റ്റ് ഡേ കവർ ഉണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തെ ക്രിസ്മസിനുമായിട്ടനുബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ തീം വരുന്ന ഫസ്റ്റ് ഡേ കവേഴ്സ് മാത്രമേ ഉള്ളൂ. 30ഓളം രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ, ക്രിസ്ത്യൻ സ്റ്റാമ്പുകൾ മാത്രമേ ഉള്ളൂ. 1964 ഇറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ക്രിസ്ത്യൻ സ്റ്റാമ്പ്. അതൊക്കെ വളരെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ ശേഖരത്തിലുണ്ട്. മൈക്കിളാഞ്ചലോ വരച്ച പടം ഇന്ത്യൻ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. മൈക്കിളാഞ്ചലോ ഓരോ രാജ്യങ്ങളുടെ കുരിശുകൾ ഓരോ രാജ്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ട്രഡീഷൻ ഉപയോഗിക്കുന്ന ചെറിയ പുൽക്കൂട് ഒരു ഐറിഷ് പ്രൊഡക്ഷനാണ്. അവർക്ക് ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു വലിയ അർമേനിയൻ, കോപ്റ്റിക്, എത്യോപ്യൻ, എറിട്രിയൻ, ഇന്ത്യൻ, സിറിയൻ, അതിൻ്റെ 6ന്റെ കൈമുത്ത് കുരിശ്. റിജിഡ് ക്രോസ് അയർലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത് കച്ചി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കച്ചി കൊണ്ടുണ്ടാക്കുന്ന താഴെ ഇങ്ങനെ വരഞ്ഞുണ്ടാക്കുന്ന പേപ്പറാണ്. അതിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പേന മുളഞ്ചില്ലി കൊണ്ടാണ് അവരുടെ പേന അവർ ഇത് ചെയ്യുന്നത്. ഇത് ബിബ്ലിക്കൽ കോയിൻസ്, ടെമ്പിൾ ടാക്സ്. 4 തന്നെ നാണയം മാറ്റുന്നവരുടെ മേശകളെ മറിച്ചിട്ടു എന്ന് പറയുന്ന നാണയം മാറ്റുന്നവരുടെ പത്രോസ് മീൻ്റെ വാഴയെടുത്ത്, അതുപോലെ വിധവയുടെ ചില്ലിക്കാശ്. ഇത് AD 70 യെരുശലേം നശിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചയില്ലാത്തവരുടെ ബൈബിൾ. അധ്യായം 1898 ബൈബിളാണ്. 1899 കായംകുളം ഫിലിപ്പോസ് റമ്പാന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിലേക്ക് നമ്മൾ ചരിത്രം വിസ്മരിച്ച് കളഞ്ഞ ഒരു വലിയ ഒരു മനുഷ്യനാണ് കായംകുളം ഫിലിപ്പോസ്. അതായത് ആദ്യത്തെ മലയാളം ബൈബിൾ എഴുതിയത് അദ്ദേഹമാണ്. കുന്തിരിക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുന്തിരിക്കമാണ്. എല്ലാത്തിനും ഓരോ മണമാണ്. മൗണ്ടാബോസി എന്നുള്ളതുണ്ട്, സൈപ്രസി എന്നുള്ളതുണ്ട്, എത്യോപ്യ എന്നുള്ളതുണ്ട്. അതുപോലെ ജെറുസലേമിൽ വിവിധ തരം നർദീൻ തൈലം ഉണ്ടാക്കുന്ന നർദീൻ, നാർദ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയാണ് ഇത് യെരുശലേമിൻ്റെ. ഇത് ഈ ഒരു വേഷമിട്ടുകൊണ്ടാണ് അവരെപ്പോഴും ആരാധനയ്ക്ക് പോകുന്നത്. മൗണ്ട് സീനായി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു കല്ലാണിത്. മൗണ്ട് സീനായിലെ കല്ല്. ഇത് എങ്ങനെ പൊട്ടിച്ചാലും അതിനകത്ത് എലിയടയാളം വരും. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളത് കണ്ടിട്ടുള്ളത് പരിചയപ്പെടുത്തുക. അതാണ് ഈ അച്ഛൻ്റെ എക്സിബിഷൻ്റെ ഉദ്ദേശം. അതാണ് ഉദ്ദേശം. കാരണം നമ്മൾ കാണുന്ന ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരും. നമുക്ക് അതിനകത്തൊത്തിരി ഇതൊക്കെ വരും. തീർച്ചയായും കായംകുളം പള്ളിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം അതാണ്. അച്ഛൻ ചെയ്യുന്ന ഒരു വലിയ സംരംഭത്തെ കലവറയില്ലാതെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം.